കഴിക്കും മോനെ, ഗുളിക കഴിക്കാനുള്ളതാ. വേണ്ടമ്മ, ഈ വേദന കാരണം ഒന്ന് ചവയ്ക്കാൻ പോലും പറ്റുന്നില്ല. വേണ്ട. റൂമിലേക്ക് കയറാൻ ഡോറിൽ തൊട്ടതും അകത്തുനിന്ന് കേൾക്കുന്ന ശബ്ദം. അഞ്ജലി ഒന്ന് നിന്നു. മോളെന്താ അങ്ങനെ നിൽക്കുന്നേ? കയറി ചെല്ല്. അമ്മ മോന് ചോറ് വാരി കൊടുക്കുക. വലത് കൈയല്ലേ ഒടിഞ്ഞത്? ഒരു നിശ്വാസത്തോടെ അച്ഛൻ പറയുമ്പോൾ വേദനയോടെ ആ മുഖത്തേക്ക് നോക്കി. ഞാൻ കാരണമാണല്ലോ ഡാഡിയാണിത് ചെയ്തത് എന്നിവരറിഞ്ഞാൽ ഈ മോളെ വിളിയൊക്കെ മാറും. വേദനയോടെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. വാ മോളെ. പരുങ്ങലോടെ നിൽക്കുമ്പോൾ രമ വിളിച്ചു. അഞ്ജലി ദീപുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവനൊന്ന് നോക്കുന്നത് കൂടിയില്ല. വെറുത്തിട്ടുണ്ടാവും. ഞാനും കൂടി അറിഞ്ഞ് ചെയ്തതാവും എന്ന് കരുതി കാണും. ബെഡിന് അരികിലേക്ക് നടക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു. ദേ മോളെ, ഗുളിക മേശപ്പുറത്തിരിപ്പുണ്ട്, കൊടുക്കണേ. ചെക്കന് ഗുളിക എന്ന് പറഞ്ഞാലേ അലർജിയാ. ടേബിളിന് നേർക്ക് വിരൽ ചൂണ്ടി പറഞ്ഞ് അമ്മ പുറത്തേക്ക് നടന്നു. ഡോറ് തുറന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി. മോളൊന്നും കഴിച്ചില്ലല്ലോ. ചോറിട്ട് വെക്കാം. നല്ല മാങ്ങാ ചമ്മന്തി ഉണ്ട്. അത് എനിക്ക് വേണ്ട, വിശപ്പില്ല. കടുപ്പമില്ലാത്ത സ്വരം. രമ ദീപുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ കണ്ണ് ചിമ്മി അടച്ചു. അവർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ടേബിളിലിരുന്ന ടാബ്ലറ്റ് കയ്യിലേക്കെടുത്ത് ഓരോന്നായി പൊട്ടിച്ചു. ദീപു, പതിഞ്ഞ അവളുടെ സ്വരം. അവൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. എടാ മുകുന്ദ, നീ തന്നെ മകളുടെ മനസ്സിൽ കയറിപ്പറ്റാനുള്ള റൂട്ട് ഇട്ട് തന്നു. താങ്ക്സ് അമ്മായിയച്ച. മനസ്സിൽ പറഞ്ഞ് ചിരി അമർത്തി. ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ? കടുത്ത സ്വരം. അവളൊന്ന് വിറച്ചു. ടാബ്ലറ്റ് ബിങ്ങലോടെ അവന് മുന്നിലേക്ക് നീട്ടി. എനിക്ക് വേണ്ട. ദീപു, എനിക്കൊന്നും അറിയില്ലടാ, സത്യ. അവൻ രൂക്ഷമായി അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ നിറഞ്ഞ് കവിൾത്തടത്തെ നനയിച്ചുകൊണ്ട് ഒഴുകി ഇറങ്ങുന്നുണ്ട്. ഞാനെങ്ങനെ ചെയ്യൂ? നമ്മുടെ കുഞ്ഞാണ് സത്യം. ചെവിക്കുള്ളിലൂടെ കടന്നുപോയ വാക്ക്. അവൻ ശ്വാസം പുറത്തേക്ക് വലിച്ചു വിട്ടു. വയറ്റിൽ വെക്കാൻ പോയ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. വേണ്ട, ഇവിടെ ഇരിക്ക്. അവൻ അരികിലായിരുന്നു. ദീപു ചിരിയോടെ അഞ്ജലിയുടെ മുഖത്തേക്ക് നോക്കി. ഇടത് കൈ ഉയർത്തി കണ്ണുനീർ തുടച്ചു. എൻ്റെ അഞ്ജലി കരയുന്നത് ഇതാദ്യമാണ്. അതും ദീപുവിന് വേണ്ടി. കവിളിൽ പതിയെ വിരലുകൾ അമർത്തുമ്പോൾ കണ്ണുകൾ തമ്മിൽ കൊരുത്തു. എനിക്കറിയാം എൻ്റെ അഞ്ചു എന്നെ കൊല്ലാനൊന്നും കൂട്ടുനിൽക്കില്ലാന്ന്. എന്നാലും നിന്നെയും കുഞ്ഞിനെയും നഷ്ടമാകുമോ, കാണാൻ കഴിയില്ലേ എന്ന് പേടിച്ചു. അവൻ ആ സമയം വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ. വേണ്ട ദീപു, ഒന്നും പറ്റിയില്ലല്ലോ. സങ്കടത്തോടെ ആ നെഞ്ചിലേക്ക് മുഖം അമർത്തി. ഒന്ന് ഫോൺ തരൂ, ഞാൻ ഡാഡിയെ വിളിച്ചു പറയാം നിന്നെ ഒന്നും ചെയ്യരുതെന്ന്. വിങ്ങലോടെ തല ഉയർത്തി അവൾ പറയുമ്പോൾ പതിയെ ആ നീളൻ തലമുടിയിൽ അവൻ്റെ വിരലുകൾ ഒഴുകിയിറങ്ങി. വേണ്ട, നമുക്ക് നോക്കാം. ഈ മോൾക്ക് വേണ്ടി ഡാഡി ഏതുവരെ പോകുന്നു? ഇല്ല, ഡാഡിയെ പറ്റി ദീപുവിന് നന്നായി അറിയില്ല. നീ ഇനി പുറത്തേക്ക് പോയാലേ എനിക്ക് പേടിയാ. ഒന്നുമില്ല പെണ്ണേ, ഇനി ഞാൻ സൂക്ഷിച്ചോളാം. എന്നാ ഈ ടാബ്ലറ്റ് കഴിക്ക്. അവന് മുന്നിലേക്ക് കൈവെള്ളയിൽ മുറുകെ പിടിച്ച ടാബ്ലറ്റ് നീട്ടി. കഴിക്കാം, പക്ഷെ ആദ്യം എൻ്റെ അഞ്ച് പോയി ഫുഡ് കഴിക്ക്. നിനക്ക് കഴിക്കാൻ പിസയും കൊണ്ട് വന്നതാ ഞാൻ. പക്ഷേ അത് പോയി. സാരമില്ല, നമുക്ക് നാളെ ഓർഡർ ചെയ്യാം കേട്ടോ. അത് വിശപ്പില്ല, അതാ. ഒന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ടാബ്ലറ്റ് കഴിക്കണമെങ്കിൽ നീ ഫുഡ് കഴിക്കണം. ചെല്ല്, പോയി കഴിക്ക് പ്ലീസ്. അവൾ തിരിഞ്ഞു നടന്നു. എന്നോട് ദേഷ്യമില്ലല്ലോ, സ്നേഹം അതെന്താന്ന് മനസ്സിലാകുന്നുണ്ട്. പതിഞ്ഞ സ്വരം. ദീപു മീശത്തുമ്പ് കടിച്ചു പിടിച്ചു. ഒരു കൈ ഒടിഞ്ഞു കിടന്നപ്പോഴാണോ നിനക്കിത് പറയാൻ തോന്നിയത്? സാരമില്ല, ഒന്ന് ശരിയായിക്കോട്ടെ. സ്നേഹത്തിൻ്റെ വലിയൊരു ക്ലാസ് തന്നെ പറഞ്ഞു തരാം. ദീപുവിൻ്റെ വക സ്പെഷ്യൽ ക്ലാസ്. അഞ്ജലി ചിരിച്ചു. ചെല്ലെ, കഴിച്ചിട്ട് പെട്ടെന്ന് വാ. അവൾ തല കുലുക്കി പുറത്തേക്ക് നടന്നു. എടാ മുകുന്ദ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ദേഷ്യത്തോടെ നെറ്റിയിലെ ബാൻഡേജിൽ ഒന്ന് തഴുകി. എന്താ ടേസ്റ്റ് അല്ലേ പപ്പ? ചപ്പാത്തിയും വെജ് സ്റ്റൂവും ആസ്വദിച്ച് കഴിക്കുന്ന പപ്പയെ നോക്കി ആദി ചോദിച്ചു. അടിപൊളി മോളെ, ഇതാണ് കൈപുണ്യം. ഈ കയ്യിൽ ഒരു വള വാങ്ങി ഇട്ട് തരാട്ടോ, അച്ഛൻ പറയുമ്പോൾ നക്ഷത്ര ചിരിച്ചു. കറുപ്പ് മതിയിട്ടോ, എനിക്ക് ആ കളറാ ഇഷ്ടം. പതിയെ അവൾ പറയുമ്പോൾ വായിലേക്ക് വെക്കാൻ പോയ ചപ്പാത്തി അവിടെ തന്നെ നിന്നു. മിഴിഞ്ഞ കണ്ണോടെ പപ്പയുടെ മുഖത്തേക്ക് നോക്കി. അയാളും അന്തം വിട്ടിരിക്കുവാണ്. എൻ്റെ പൊന്നു നാച്ചൂട്ടാ, കുപ്പിവളയുടെ കാര്യമല്ല
പപ്പ പറഞ്ഞത്. പിന്നെ അവൾ സംശയത്തിൽ നോക്കി. സ്വർണവള? നക്ഷത്ര അച്ഛനെ നോക്കി ചമ്മലോടെ ചിരിച്ചു. സ്വർണമൊന്നും വേണ്ട, ഇപ്പം തന്നെ എനിക്ക് വേണ്ടി. 3 മാസം കൂടി കഴിഞ്ഞാൽ ദേ ഈ ഇരിക്കുന്ന ആദർശിൻ്റെ ഭാര്യയും എൻ്റെ മരുമകളുമാണ് നക്ഷത്ര. ഒരു കുറവും എൻ്റെ കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല. ആരും കുറ്റം പറയാനും പാടില്ല. ഫുഡ് കഴിച്ച് അയാൾ ചെയറിൽ നിന്നും എഴുന്നേറ്റ് വാഷ് ഏരിയയിലേക്ക് നടന്നു. പപ്പ പറഞ്ഞതിൻ്റെ അർത്ഥം നാച്ചുവിന് മനസ്സിലായോ? ചെവിക്കരികിൽ അവൻ്റെ സ്വരം. അവൾ തല വിലങ്ങനെ ചലിപ്പിച്ചു. അത് ബാംഗ്ലൂരിൽ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാ ആനന്ദ് മേനോൻ. സ്റ്റഡീസ് കഴിഞ്ഞ് ആ സ്ഥാനം എനിക്കാ. അപ്പോൾ ആദർശ് മേനോൻ്റെ ഭാര്യയെ ആരും ഒന്നിൻ്റെ പേരിലും മാറ്റി നിർത്താൻ പാടില്ല. അതിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് ഇന്ന് നടന്ന ഡ്രസ്സ് എടുക്കൽ. പതിയെ പതിയെ നാച്ചു മോഡേൺ ആകും. അവൾ മൗനമായി ആദർശിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. മോഡേൺ എന്ന് പറയുമ്പോൾ യോ അതൊന്നും എനിക്ക് പറ്റില്ല. ആദർശ് ഉറക്കെ ചിരിച്ചു. ദേ ആദ്യേട്ടാ, ചിരിക്കല്ലേ എൻ്റെ പൊന്നു പെണ്ണെ. മോഡേൺ എന്ന് പറയുമ്പോൾ മാന്യമായ ഡ്രസ്സ്, ഇപ്പോഴത്തെ ട്രെൻഡ്. ഈ ധാവണിയൊക്കെ ഓൾഡ് ഫാഷനാണ്. നക്ഷത്രയുടെ മുഖം പെട്ടെന്ന് വീർത്തു. അപ്പോൾ ഞാൻ ഓൾഡ് ഫാഷനാണെന്ന് അല്ലേ? അവൾ ചെയറിൽ നിന്നും എഴുന്നേറ്റു. ദേഷ്യത്തോടെ പ്ലേറ്റുമെടുത്ത് കിച്ചൺ ഭാഗത്തേക്ക് നടന്നു. ഈശ്വരാ, പണിയായോ? നാവ് ചതിച്ചോ? സിങ്കിൽ കിടന്ന പാത്രങ്ങൾ കഴുകുമ്പോൾ പിന്നിൽ ഒരു കാൽപ്പെരുമാറ്റം. അവൾ ചിരിച്ചു. നാച്ചൂട്ടാ പിണങ്ങി ഓടി. ഷോൾഡറിൽ താടിയൂന്നി മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഞാൻ ഓൾഡ് ഫാഷനാണെന്ന് അറിയാമല്ലോ, പിന്നെ എന്തിനാ എന്നെ സ്നേഹിച്ചേ? അത് പറ. എൻ്റെ നാച്ചു അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു. വേണ്ട, ഷോപ്പിംഗ് ആണ്. ചോദിച്ചതിന് ഉത്തരം പറ. എനിക്ക് ഈ ധാവണിക്കാരിയെ മതി. പുറത്ത് കുറച്ച് മോഡേൺ ആയാലും എൻ്റെ ഒപ്പം നമ്മുടെ റൂമിൽ ആ ധാവണി മതി. എനിക്ക് ആ വേഷത്തിൽ നിന്നെ കാണാനാണ് ഇഷ്ടം. ചുവന്ന് കയറുന്ന ചെവിയിൽ അമർത്തി ചുംബിച്ച് രഹസ്യം പോലെ പറയുമ്പോൾ അവൾ ചിരിയോടെ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു. രാവിലെ ഫോൺ റിങ് ചെയ്യുമ്പോൾ ആദർശ് കണ്ണുകൾ വലിച്ചു തുറന്നു. ഇവന്മാർക്ക് രാവിലെ വേറെ പണിയൊന്നുമില്ലേ? അവിടെ കിടന്ന് അടിക്കട്ടെ. അവൻ തിരിഞ്ഞു കിടന്നു. വീണ്ടും റിങ് ചെയ്യുമ്പോൾ ആദർശ് ഫോൺ കയ്യിലേക്ക് എടുത്തു. ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. എന്താ ആൻറ്റി? മോനെ, ആ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എൻ്റെ ആൻറ്റി, ഞാൻ ഇന്നലെ രാത്രി തന്നെ പറഞ്ഞില്ലേ അവന് പ്രശ്നമൊന്നുമില്ല. തക്ക സമയത്ത് ആൻറ്റി വിളിച്ചു പറഞ്ഞത് അവന് രക്ഷയായി. മോനെ, എനിക്കൊന്ന് ആ വീട് വരെ പോകാൻ, മോളെ ഒന്ന് കാണണം, ആ കുട്ടിയെയും. വേദനയോടെയുള്ള അമലയുടെ സ്വരം. ആദർശ് മൗനമായിരുന്നു. ആദി, എന്താ മോനെ? അതാൻറ്റി, മുകുന്ദൻ, അയാൾ അറിയും, അത് വലിയ പ്രശ്നമാകും. ഇല്ല ആദി, ഇന്ന് രാവിലെ 2 ദിവസത്തേക്കുള്ള ഡ്രസ്സും പാക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഓഫീസിൽ ലീവാണത്രേ. ആനന്ദേട്ടനോട് പറഞ്ഞിട്ടുണ്ടാവും. ആദർശ് ഒന്ന് ഞെട്ടി. ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു. എവിടെയാ പോയത്? അറിയില്ല ആദി, അയാളുടെ സ്വഭാവം മോനെ അറിയാമല്ലോ. എന്നാൽ ആൻറ്റി പോയി അഞ്ജുവിനെ കണ്ടോളൂ, അവൾക്ക് ചെറിയ മാറ്റങ്ങളുണ്ട്. സന്തോഷത്തോടെ ആ അമ്മ ചിരിച്ചു. ഫോൺ കട്ടാകുമ്പോൾ ആദർശ് ആലോചനയോടെ ബാൽക്കണി റെയിലിങ്ങിൽ അമർത്തി പിടിച്ച് മഞ്ഞ് വീഴുന്ന പുലരിയെ നോക്കി നിന്നു. മുകുന്ദൻ ജഗനെ കാണാൻ പോയതാവും. അപ്പോൾ ജഗൻ എഴുന്നേറ്റാൽ ഉടനെ ഇങ്ങെത്തും. പ്രശാന്ത് സാറിനെ ഒന്ന് വിളിക്കണം. ജഗനെയും കൂട്ടാളികളെയും നോട്ട് ചെയ്യാൻ പറയണം. ഫോൺ കയ്യിലേക്ക് എടുത്തു. അതേട്ടാ, നക്ഷത്രയുടെ സ്വരം. ആദർശ് ചിരിയോടെ തിരിഞ്ഞു നോക്കി. കോഫി? നിറഞ്ഞ ചിരിയോടെ മുന്നിൽ നിൽക്കുന്നവളെ ഇമ ചിമ്മാതെ നോക്കി നിന്നു. സുന്ദരിയാണ് കേട്ടോ. നക്ഷത്ര ചിരിച്ചു. എന്താ ഈ മഞ്ഞത്ത് ഇറങ്ങി നിൽക്കുന്നേ? പനി പിടിക്കും. ഓ സാരല്ല. അവൻ്റെ ചുണ്ടിൽ കുസൃതി ചിരി. ദേ ആദ്യേട്ടാ, അപ്പം മനസ്സിലായി. എന്താ, എനിക്ക് പനി പിടിച്ച് കിടന്നാൽ നീ നോക്കില്ലേ? നോക്കും. ആദ്യേട്ടന് കോളേജിൽ പോകണ്ടേ? ആ പോകണം. നീ എന്നാ പെണ്ണെ വരിക? തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അത് അച്ഛൻ പറഞ്ഞു ഈ ഒരാഴ്ച കഴിഞ്ഞു പോയാൽ മതിയെന്ന്. ഓ, അപ്പോൾ അച്ഛനും മോളും തീരുമാനങ്ങൾ ഓരോന്നായി എടുക്കുവാണ്. നക്ഷത്ര തല ഉയർത്തി ആദർശിൻ്റെ കണ്ണിലേക്ക് നോക്കി. പപ്പ സൂപ്പറല്ലേ? എൻ്റെ നാച്ചൂട്ടന് ഇഷ്ടമായില്ലേ? താങ്ക്സ്. അപ്പയുടെ സാമീപ്യം അറിയുന്നുണ്ട് ഞാൻ. എൻ്റെ അപ്പ എന്നോട് സംസാരിക്കും പോലെ വല്ലാത്ത സന്തോഷം തോന്നുന്നു.
നാച്ചു. താഴെ നിന്നും ആനന്ദിൻ്റെ ഉറക്കെയുള്ള വിളി. അയ്യോ, അച്ഛൻ വിളിക്കുവാ, ഞാൻ പോവാണേ. ഷോൾഡറിലിരുന്ന അവൻ്റെ കയ്യെ തട്ടി മാറ്റി. പതിയെ പോകാൻ പെണ്ണേ, ഇങ്ങനെ ഈ മഞ്ഞും കൊണ്ട് നിൽക്കാൻ നല്ല രസാ. നക്ഷത്രയുടെ വലം കയ്യിൽ മുറുകെ പിടിച്ചു. അത് നൂലപ്പത്തിന് മാവ് റെഡിയാക്കി വെച്ചിട്ട് വന്നതാ. അച്ഛൻ കിച്ചണിലുണ്ട്, ഞാൻ അച്ഛനെ പഠിപ്പിക്കുവാ. ഓ അങ്ങനെ, അപ്പൊ വാ, ഞാനും ഒന്ന് നോക്കട്ടെ ദ ഗ്രേറ്റ് ആനന്ദ് മേനോനെ. രണ്ടുപേരും താഴേക്ക് നടന്നു. കിച്ചണിൽ എന്താണ് പപ്പ? ഡോറിൽ ചാരി നിന്ന് ചോദിച്ചു. ഓ, ഇതൊക്കെ കുറച്ച് പഠിച്ചു വെക്കാം. ബാംഗ്ലൂർ പോയാലും സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കി കഴിക്കാം. നിങ്ങൾ രണ്ടുപേരും സ്റ്റഡീസ് കഴിഞ്ഞ് വരുന്നത് വരെ. അത് കഴിഞ്ഞ് എൻ്റെ മോളുണ്ടല്ലോ. പപ്പയുടെയും നക്ഷത്രയുടെയും മുഖത്തെ തിളക്കം. അവൻ തല കുലുക്കി ചിരിച്ചു. ശരി, നടക്കട്ടെ. എല്ലാം റെഡിയായിട്ട് എന്നെ വിളിച്ചാൽ മതി. അവൻ തിരിഞ്ഞു നടന്നു. എന്തിന്? ഫുഡ് അടിക്കാനോ? പപ്പ ചോദിച്ചു. ആ, പിന്നല്ലാണ്ട്. TV ഓൺ ചെയ്ത് സെറ്റിലായിരിക്കുമ്പോൾ കിച്ചണിൽ പപ്പയുടെ ഉറക്കെയുള്ള ചിരിയും സംസാരവും കേൾക്കുന്നുണ്ട്. ഇതേവരെ ഇങ്ങനൊരു ആനന്ദ് മേനോനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് മുന്നിലെന്നും പപ്പ ഗൗരവക്കാരനായിരുന്നു. പക്ഷേ നക്ഷത്രയ്ക്ക് മുന്നിൽ സീറ്റ് അച്ഛനും. ചിരിയോടെ സെറ്റിയിൽ ചാരിക്കിടന്നു. ആദർശിൻ്റെ ബുള്ളറ്റ് ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുമ്പോൾ വാഗമരത്തിൻ്റെ അരഭിത്തിയിൽ നിതിനോടും വരുണിനോടും സംസാരിച്ചിരുന്ന പ്രവീൺ ചാടി നിലത്തേക്ക് ഇറങ്ങി. നിനക്ക് എന്താടാ പ്രവി ഒരു വെപ്രാളം? നിതിൻ അവനെ ചുഴിഞ്ഞു നോക്കി. ഹോ, ഒന്നും പറയണ്ട. ഈ പരട്ട ഇന്നലെ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. കൃഷ്ണവേണി, ആ പേര് പറഞ്ഞ് ഒരേ കിടപ്പ്. ആദർശ് അവർക്ക് അരികിലേക്ക് വന്നു. എടാ ആദർശേ, പ്ലീസ് ഡാ. ചിണുങ്ങളോടെ പ്രവീൺ അവൻ്റെ കയ്യിൽ പിടിച്ചു. ഒന്ന് പോയടാ, അതൊരു പാവം കൊച്ച. ഇല്ലടാ, ഞാനൊന്നും പറയില്ല. ജസ്റ്റ് ശബ്ദമൊന്ന് കേൾക്കാനാ. അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ. നിതിനും വരുണും പരസ്പരം നോക്കി. ആദർശേ, എന്താ സംഭവം? ആദർശ് രൂക്ഷമായി പ്രവീണിനെ നോക്കി കണ്ണുരുട്ടി. എൻ്റെ കയ്യിൽ വേണിയുടെ നമ്പറുണ്ട്. ഇവന് ആ കുട്ടിയുടെ നമ്പർ വേണം റൂട്ടിടാൻ. നിതിനും വരുണും പ്രവീണിന് നേരെ തിരിഞ്ഞു. ഇനി എന്നാടാ ഒന്ന് കാണാൻ പറ്റുക? ജസ്റ്റ് ഒന്ന് വിളിക്കാം. ആള് വീണാലോ? ചെന്ന് കയറിക്കൊടു. നീ നടു ഇടിച്ച് വീഴും. നമ്മൾ കരുതും പോലെ ഒരു സാധനം അല്ലത്. ജഗന്റെ നേർക്ക് നേരെ നിന്ന് തല പൊട്ടിച്ച സാധന. ആദർശ് പറയുമ്പോൾ നിതിൻ ചിരിച്ചു. പാവ ആദർശേ, അവൻ പറഞ്ഞത് ശരിയല്ലേ. ആ കൊച്ചിനെ കാണാനോ പറ്റില്ല. ഫോൺ വഴി ചീത്ത കേട്ടെങ്കിലും അവനൊന്ന് സമാധി അടഞ്ഞോട്ടെ. സമാധിയോ? പോടാ, നമ്പർ തന്നാ മതി, ഞാൻ വീഴ്ത്തിക്കോളാം. നീ ആ നമ്പർ അങ്ങ് കൊടുക്ക്, പാവം ചേക്കൻ. നിതിനും കൂടി പറയുമ്പോൾ ആദർശ് ഫോൺ കയ്യിലേക്ക് എടുത്തു. നമ്പർ തരാം, പക്ഷേ സൂക്ഷിച്ചും കണ്ടും സംസാരിക്കണം കേട്ടല്ലോ. നമ്പർ ഫോണിലേക്ക് സേവ് ചെയ്യുമ്പോൾ ചെക്കനൊന്ന് തുള്ളി ചാടി. ചാടി ചാടി തവളച്ചാട്ടം ആകരുത്. വാടാ, ക്ലാസ്സിൽ പോകാം. ആദർശ് മുന്നേ നടന്നു, പിന്നാലെ മൂന്നും. നക്ഷത്ര ഇപ്പോൾ ഹാപ്പി അല്ലേ അച്ഛേ? എന്നും ഈ സന്തോഷം എൻ്റെ കുഞ്ഞിൻ്റെ ഒപ്പം ഉണ്ടായാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ മാഷ് പറഞ്ഞു. ദേ മാഷേ, ഈ പെണ്ണിനോട് നുള്ളി പെറുക്കിയിരിക്കാതെ കഴിച്ചിട്ട് കോളേജിൽ പോകാൻ പറ. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്ന് വനജ പറയുമ്പോൾ വേണി അച്ഛനെ നോക്കി കണ്ണിറുക്കി ചിരിച്ചു. അവള് സമാധാനത്തിൽ കഴിക്കട്ടെ, സമയമുണ്ടല്ലോ. നീ നിന്റെ കാര്യം നോക്കി പോ. താങ്ക്സ് എൻ്റെ മാഷേ. അച്ഛൻ്റെ കവളിൽ അമർത്തിയൊന്ന് മുത്തി അവൾ കൈ കഴുകാനായി ഓടി. ദേ മാഷേ, കെട്ടിച്ചു വിടാറായ പെണ്ണ, രാവിലെ എഴുന്നേൽക്കില്ല. എന്നും രാവിലെ ഒരു ബക്കറ്റ് വെള്ളം തല വഴി ഒഴിച്ചാൽ എഴുന്നേക്കൂന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഓ, അതിന് ഒരു ബുദ്ധിയുണ്ടമ്മ. ഇതുപോലെ രാവിലെ എഴുന്നേൽക്കാത്ത ചെക്കനെ കല്യാണം കഴിക്കാം. എന്തായാലും അവൻ്റെ തലയിൽ വെള്ളം ഒഴിക്കുമല്ലോ. അപ്പം ലേശം ഈ തലയിൽ കൂടി ഒഴിക്കാൻ പറയാം. മാഷ് ഉറക്കെ ചിരിച്ചു. ഒപ്പം വേണിയും. വനജ ദേഷ്യത്തോടെ രണ്ടുപേരെയും നോക്കി. അച്ഛേ, ഞാൻ പോവുകയാണ്. ഇനി നിന്നാൽ തടി കേടാവും. അവൾ ബാഗും എടുത്ത് പുറത്തേക്ക് ഓടിയിറങ്ങി. വേണി, സൂക്ഷിക്കണം. ജഗന്റെ ആൾക്കാരുണ്ട്. ചുറ്റിനും ഒരു കണ്ണ് വേണം. മാഷിൻ്റെ വേവലാതിയോടെയുള്ള സ്വരം. അവൾ നിന്നു. വരട്ടെ, വേണി ആരാണെന്ന് അവന്മാരറിയും. വനജ മാഷിനെ നോക്കി. ഒന്നുമില്ലടോ, അവളെ സംരക്ഷിക്കാൻ അവൾക്കറിയാം.